ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. ഇതിലേക്കുള്ള മാവൊന്ന് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മൈദയാണ് എടുത്തിട്ടുള്ളത്. മൈദ മാവ് ഞാനൊരു 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് കൂട്ടിയിട്ട് എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ഒരു ചെറിയ മധുരത്തിനായിട്ട് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണൊക്കെ പഞ്ചസാര മതിയാവും. ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. സാദാ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു മാവാക്കി എടുക്കാം. ഇതേപോലെ കുറേശ്ശെ മാത്രം വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാം. ഇപ്പോൾ മാവ് ഇതുപോലെ നല്ലപോലെ തന്നെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10-15 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് കുറച്ചൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട. ഒരു 10-15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നല്ലപോലെ സോഫ്റ്റായിട്ട് വരും. ഇതിലേക്ക് ഒരുപാടൊന്നും ഓയിൽ ഒഴിച്ചിട്ടില്ല. ഒരു 2 ടീസ്പൂണോളം ഓയിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അടച്ച് മാറ്റി വയ്ക്കുന്നുണ്ട്. അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു ബൗളിൽ 3 മുട്ട എടുത്തിട്ടുണ്ട്. ആ ഒരു മുട്ടയുടെ മണം പോകാനായിട്ട് കുറച്ച് മാത്രം വാനില എസൻസ് ചേർത്ത് കൊടുത്തിട്ട് ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഈ വാനില എസൻസിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ആ മുട്ടയുടെ മണം അറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓപ്ഷണലാണ്. ഇല്ലെങ്കിൽ ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ മുട്ട നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു സ്നാക്ക് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. ഒരു അത്യാവശ്യം നല്ല വലിപ്പമുള്ള പാൻ എടുക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. അപ്പോൾ മാവൊക്കെ നന്നായിട്ട് തന്നെ സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഞാൻ 4 ആക്കി എടുക്കുന്നുണ്ട്. 4 എണ്ണമാണ് തയ്യാറാക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള 4 സ്നാക്കാണ് റെഡിയാക്കുന്നത്. ഓരോന്നും ഒരു ബോളാക്കി എടുത്തിട്ട് ഇനി ഇത് പരത്തിയെടുക്കാം. കൗണ്ടർ ടോപ്പ് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. എന്നിട്ട് ഇതിനി നന്നായിട്ട് പരത്തിയെടുക്കാം. കൈകൊണ്ട് വേണമെങ്കിൽ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് പരത്തിയെടുക്കുക. നമ്മൾ പൊറോട്ടയൊക്കെ ചെയ്യുന്നത് പോലെ. അല്ലെങ്കിൽ ഇതുപോലെ ഒരു റോളർ വെച്ചിട്ട് നന്നായിട്ട് പരത്തി നല്ല നൈസാക്കിയിട്ട് എടുക്കണം. കട്ടി കൂടി പോകരുത്. നന്നായിട്ട് നേരിയതായിട്ട് തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല നൈസായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ പാനിൽ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എല്ലായിടത്തേക്കും ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പരത്തിയെടുത്തിട്ടുള്ളത് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ നൈസായിട്ട് പരത്തിയെടുത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ കുക്കായി കിട്ടും. ഇതിൻ്റെ സെൻറ്ററിലായിട്ട് കുറച്ചുകൂടി ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്.
ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡൊക്കെ നന്നായിട്ട് തന്നെ കുക്കായി മുകൾ ഭാഗവും ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഈ മുട്ട മൊത്തത്തിൽ ചേർത്ത് കൊടുക്കേണ്ട, കുറച്ച് മാത്രം ആ സെൻറ്ററിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. പാൻ കുറച്ച് ചരിഞ്ഞിട്ടിരിക്കുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ സൈഡിലേക്ക് ഒഴുകി വരുന്നത്. ഇനി ഇതിലേക്ക് പഴമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതേപോലുള്ള റോബസ്റ്റ പഴം പോലുള്ളൊരു പഴമാണ് ഇത്. കുറേശ്ശെ ഇതുപോലെ ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഒരു വലിയ പഴത്തിൻ്റെ ഒരു 1/4 ഭാഗമൊക്കെ മതിയാവും. ഇനി ഇത് 4 സൈഡിൽ നിന്ന് മടക്കിയിട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം. ഇനി 2 സൈഡും തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് ഇത് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള മുട്ടയൊക്കെ അങ്ങ് നന്നായിട്ട് കുക്കായി കിട്ടിക്കോളും. എല്ലാ സൈഡും ഒന്ന് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ട് നല്ലപോലെ തന്നെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് തന്നെ മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. അടുത്തതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. കുറച്ച് ഓയിലൊന്ന് ബ്രഷ് കൊണ്ട് സ്പ്രെഡ് ചെയ്തിട്ട് നേരത്തെ പരത്തിയെടുത്ത പോലെ പരത്തിയിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഓയിൽ കുറച്ചൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള ആ മുട്ട ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് പഴവും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. രണ്ട് സൈഡിൽ നിന്നും മടക്കി ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ട് ഇതിന് 2 സൈഡും നല്ലപോലെ മൊരിയിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ള സ്നാക്കെല്ലാം റെഡിയാക്കി എടുക്കാം. ഇത് സെൻറ്ററിൽ നിന്നൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് ഇതിലേക്ക് നിങ്ങൾക്ക് ചോക്ലേറ്റിൻ്റെ സിറപ്പ് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഡേറ്റ് സിറപ്പാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഒരു മധുരവും കിട്ടും, നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. ഇത് ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ ഈ ഒരു സ്നാക്ക് അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊക്കെ പറയാം. ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാതെ കണ്ടവരൊക്കെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്